Next, block A in figure weighs 200 Newton and block B weighs 300 Newton. Find the force P required to move block B, assuming the coefficient of friction for all surface as 0.3. നമ്മളടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. 2 ബ്ലോക്ക് ഉണ്ട്. അതിൽ ബ്ലോക്ക് എൻ്റെ വെയിറ്റ് പറഞ്ഞിരിക്കുന്നത് 200 ന്യൂട്ടനാണ്. അപ്പം വെയിറ്റ് എ എന്ന് പറയുന്നത് 200 ന്യൂട്ടൺ. പിന്നെ പറഞ്ഞിരിക്കുന്നത് വെയിറ്റ് ബി, അതായത് വെയിറ്റ് എൻ്റെ അടിയിൽ ഒരു കോണ്ടാക്റ്റിലാണ് ഉള്ളത് കേട്ടോ. വെയിറ്റ് എൻ്റെ ബോട്ടത്തിലാണ് ബി കിടക്കുന്നത്. സോ ഇവിടെ ഒരു കോണ്ടാക്റ്റ് ഉണ്ട് ഇവർ തമ്മിൽ. ബീൻ്റെ വെയിറ്റ് തന്നിരിക്കുന്നത് 300 ന്യൂട്ടനാണ്. ബീൻ്റെ വെയിറ്റ് 300 ന്യൂട്ടൺ. പിന്നെ പറഞ്ഞിരിക്കുന്നത് അസ്യൂമിങ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഫോർ ഓൾ സർഫസ് ആസ് 0.3. അതായത് ഇവിടെയാണെങ്കിലും വോളിലാണെങ്കിലും എവിടെയാണെങ്കിലും ഫ്രിക്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.3 ആണ്. ഓക്കെ, അപ്പം വെയിറ്റ് ഓഫ് എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, മ്യൂ തന്നിട്ടുണ്ട്. ഇത്രയും കാര്യം നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ ഫോഴ്സ് പി റിക്വയർഡ് ടു മൂവ് ദ ബ്ലോക്ക് ബി. ഇവിടെ ഒരു ഫോഴ്സ് പി ഉണ്ട്, അതായത് ഈ പീൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എ എന്ന് പറഞ്ഞ ബ്ലോക്ക് ഈ വോളുമായിട്ട് ഒരു സ്ട്രിങ് യൂസ് ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ബോട്ടം ആരുണ്ട്? ബി ഉണ്ട്. ബീൻ്റെ ഇവിടെ ഒരു ഫോഴ്സ് പി ഉണ്ട്. ഈ പീൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി ഇങ്ങനെ നമ്മൾ ചെയ്യാം. ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ നമ്മൾ എൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക, എന്നിട്ട് അതിനെ റിസോൾവ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. നെക്സ്റ്റ് ബീൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക, ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ബ്ലോക്ക് എനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഓരോന്നിൻ്റെയും ഫ്രീ ബോഡി ഡയഗ്രാം എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ബ്ലോക്ക് എ. ബ്ലോക്ക് എ എങ്ങനെയാണ് വരിക? ബ്ലോക്ക് എ എന്ന് പറയുമ്പം ഇതാണ് ബ്ലോക്ക് എ വരുന്നത്. അപ്പം നമ്മൾ ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ട 3 കാര്യങ്ങൾ. ഒന്ന് വെയിറ്റ്, സെക്കൻഡ് അതിൻ്റെ മേലെ വരുന്ന റിയാക്ഷൻസ്, തേർഡ് ഏതൊക്കെയാണ്? ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ അത്. 3 കാര്യങ്ങളാണ് നമുക്ക് എപ്പോഴും കൺസിഡർ ചെയ്യാനുള്ളത്. ഓക്കെ, അതെപ്പോഴും ഓർമ്മ വേണം. അപ്പം നമ്മൾ ബ്ലോക്ക് എ ആണ് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. ബ്ലോക്ക് എ. അപ്പം നമുക്ക് ഫസ്റ്റ് വെയിറ്റ് നോക്കാം. സോ ബ്ലോക്ക് എൻ്റെ വെയിറ്റ് എത്രയാണ് തന്നിരിക്കുന്നത്? ബ്ലോക്ക് എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ്റെ തന്നിരിക്കുന്നത് വെയിറ്റ് 200 ന്യൂട്ടൺ ആണ് കേട്ടോ. അപ്പം വെയിറ്റ് നമ്മളെങ്ങനെയാണ് മാർക്ക് ചെയ്യുക? എപ്പോഴും താഴോട്ടേക്കായിരിക്കും 200 ന്യൂട്ടൺ. ഓക്കെ, വെയിറ്റ് നമ്മൾ മാർക്ക് ചെയ്തു. സെക്കൻഡ് എന്താ ഉണ്ടാവുക? സെക്കൻഡ് റിയാക്ഷൻ എവിടെയാണ് വരിക? റിയാക്ഷൻ എന്ന് പറയുന്നത് എവിടെയാണോ കോണ്ടാക്റ്റ് വരുന്നത് അവിടെയാണ് റിയാക്ഷൻ വരിക അല്ലേ? ഇവിടെ എവിടെയാണ് കോണ്ടാക്റ്റ് വരുന്നത്? കോണ്ടാക്റ്റ് വരുന്നത് ഈ ബ്ലോക്ക് ബി ആയിട്ടല്ലേ ഇവിടെ കോണ്ടാക്റ്റ് ഉള്ളൂ അല്ലേ? ഇത് സ്ട്രിങ് ആണ്. സോ ഇവിടെ കോണ്ടാക്റ്റ് ഇല്ല, ടെൻഷൻ വരും. ബട്ട് ഇവിടെയാണ് ഇതിന് കോണ്ടാക്റ്റ് വരുന്നത്, ഈ ഒരു പോർഷനിൽ. സോ ഇവിടെയാണ് റിയാക്ഷൻ വരിക. ഓക്കെ, അപ്പം നമുക്ക് റിയാക്ഷൻ. അപ്പം ഞാൻ റിയാക്ഷൻ്റെ നെയിം R1 എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ റിയാക്ഷൻ മാർക്ക് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ഫ്രിക്ഷൻ വേണമല്ലേ? ഫ്രിക്ഷൻ എങ്ങനെയാണ് ഉണ്ടാവുക? ഓക്കെ, റിയാക്ഷൻ്റെ മുന്നേ നമുക്ക് ഒന്നും കൂടെ ഉണ്ട് ടെൻഷൻ. അതായത് ഇവിടെ ഒരു സ്ട്രിങ് വരുന്നുണ്ട് ഇല്ലേ? ഇവിടെ ഒരു സ്ട്രിങ് യൂസ് ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ എപ്പോഴും എന്തായിരിക്കും? ടെൻഷൻ ആയിരിക്കും. ടെൻഷൻ എന്ന് പറയുമ്പം ഇങ്ങോട്ടേക്കാണ് മാർക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് എന്താ ഉണ്ടാവുക? നെക്സ്റ്റ് നമുക്ക് ഫ്രിക്ഷൻ വേണം. ഫ്രിക്ഷനിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ഫ്രിക്ഷൻ എന്ന് പറയുമ്പം ആദ്യം ഫ്രിക്ഷൻ മാർക്ക് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ വേണം അല്ലേ? എങ്കിലല്ലേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എങ്ങോട്ടാണ് നമ്മളെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഒക്കെ വരിക എന്നുള്ളത്. ഫ്രിക്ഷൻ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, മനസ്സിലായില്ലേ? അതായത് മോഷൻ എങ്ങോട്ടാണോ അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ ഫ്രിക്ഷൻ മാർക്ക് ചെയ്യുക. ഇപ്പം ബ്ലോക്ക് എൻ്റെ മോഷൻ എങ്ങോട്ടേക്ക് വരിക? ഇവിടെ ഇതിനെ ഇങ്ങോട്ടേക്ക് ടെൻഷൻ ഉണ്ട്. അതായത് ഇവിടെ സ്ട്രിങ് യൂസ് ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു പോർഷനിൽ ഇല്ലേ? ഇവിടെ സ്ട്രിങ് യൂസ് ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ എപ്പോഴും ഇതിന് ഇങ്ങോട്ടേക്കായിരിക്കും മൂവ്മെൻറ്റ് ഉണ്ടാവുക ഇല്ലേ? ഇവിടെ സ്ട്രിങ് ഉള്ളത് കൊണ്ട് ഓൾവേസ് ഇതിന് ഇങ്ങോട്ടേക്കായിരിക്കും ഒരു ഫോഴ്സ് അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഉണ്ടാകുക.
സോ ഇതിൻ്റെ മോഷൻ എങ്ങോട്ടേക്കായിരിക്കും? മോഷൻ ഈ ഡയറക്ഷനിലായിരിക്കും. സോ ഫ്രിക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? എപ്പോഴും ഓപ്പോസിറ്റ്. μr1. ഓക്കെ, റിയാക്ഷൻ വരുന്നത് ആറല്ലേ, അപ്പം നമ്മൾ μr1 കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ സാധാ ചെയ്യും പോലെ നമുക്കെല്ലാം കിട്ടി. ആസ് യൂഷ്വൽ സിഗ്മ എച്ച് സിഗ്മ വി കണ്ടുപിടിക്കുക, എന്നിട്ട് ചെയ്യാം. ഫസ്റ്റ് എന്താ? സിഗ്മ വി ഈക്വൽ ടു 0 നോക്കാം. സിഗ്മ വി ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ കമ്പോണൻസ്. ഇവിടെ വെർട്ടിക്കൽ വരുന്ന ആരൊക്കെയാണ്? ഈ 200ഉം ഈ R1ഉം. സോ നമ്മൾ മുകളിലോട്ടുള്ളതിനെ പോസിറ്റീവ് എടുക്കുന്നു, താഴോട്ടേക്കുള്ളതിനെ നെഗറ്റീവ് എടുക്കുന്നു. സോ R1 പോസിറ്റീവാണ്, 200 മൈനസ് ആണ്. ബിക്കോസ് R1 മുകളിലോട്ടേക്കാണ്, ഈ 200 താഴോട്ടാണ്. സോ എന്താ നമ്മൾ എഴുതുക? R1 മൈനസ് 200 ഈക്വൽ ടു 0. ഇതിൽ നമുക്ക് എങ്ങനെ എഴുതാം? R1 ഈക്വൽ ടു 200 എഴുതാം. ഓക്കെ, അപ്പോൾ സിഗ്മ വി ചെയ്തപ്പോൾ നമുക്ക് R1ൻ്റെ വാല്യൂ 200 ന്യൂട്ടൺ കിട്ടി. ഇനി നമുക്ക് സിഗ്മ എച്ച് ഉണ്ട് അല്ലേ? സിഗ്മ എച്ച് എന്ന് പറയുമ്പം എന്താണ്? ഹൊറിസോണ്ടൽ കമ്പോണൻസ്. ഹൊറിസോണ്ടലി ഇങ്ങനെ വരുന്ന കമ്പോണൻസ്. ഇങ്ങനെ വരുന്ന കമ്പോണൻസ് ഏതൊക്കെയാണ്? ടി വരുന്നുണ്ട്, അതുപോലെ μr1 വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ഇങ്ങോട്ടേക്കുള്ളതിനെ പോസിറ്റീവ് എടുത്തു, ഇങ്ങോട്ടേക്കുള്ളതിനെ നെഗറ്റീവ് എടുത്തു. സോ നമ്മൾ ഇങ്ങോട്ടേക്കുള്ളതിനെ പോസിറ്റീവ്, ഇങ്ങോട്ടേക്കുള്ളതിനെ നെഗറ്റീവ്. സോ ഇങ്ങോട്ടേക്കുള്ളത് ആരാ? μr1. μr1 മൈനസ് ടി ഈക്വൽ ടു 0 എന്ന് വരും അല്ലേ? μr1 മൈനസ് ടി ഈക്വൽ ടു 0. ഇതിൽ നമുക്ക് ടി ഈക്വൽ ടു μr1 എഴുതാം. മ്യൂവിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 0.3 ആണ്. അതായത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഫ്രിക്ഷൻ ഫോൾ ഓവർ സർഫസ് എന്ന് പറയുന്നത് 0.3 ആണ്. സോ നമ്മൾ മ്യൂവിൻ്റെ വാല്യൂ എന്താണ്? 0.3 ഇൻറ്റു R1. R1 എന്ന് പറയുന്നത് എത്രയാ? 200 അല്ലേ? അപ്പം ഇൻറ്റു 200 ചെയ്താൽ നമുക്ക് ടീൻ്റെ വാല്യൂ എന്ത് വരും? 60 ന്യൂട്ടൺ കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് ബ്ലോക്ക് എ കൺസിഡർ ചെയ്തു. ഇനി നമുക്കാരെ കൺസിഡർ ചെയ്യാനുള്ളത്? ബ്ലോക്ക് ബി കൺസിഡർ ചെയ്യണം അല്ലേ? ബ്ലോക്ക് ബി എങ്ങനെയാണ് കിടക്കുന്നത്? ബ്ലോക്ക് ബി എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് ബി, അത് നമ്മളെ സർഫസായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. ബ്ലോക്ക് ബി ഇതല്ലേ നമ്മൾ ബ്ലോക്ക് ബി. ബ്ലോക്ക് ബി ഇതാണ്, അതായത് ഫ്ലോറുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. അങ്ങനെയാണ്, ഫ്ലോറിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സാധാരണ പോലെ 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? വെയിറ്റ് നോക്കണം. വെയിറ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? വെയിറ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ബ്ലോക്ക് ബീൻ്റെ വെയിറ്റ് 300 ന്യൂട്ടൺ ആണെന്ന് തന്നിട്ടുണ്ട്. സോ വെയിറ്റ് 300 എപ്പോഴും ഇങ്ങോട്ടേക്കായിരിക്കും? താഴോട്ടേക്ക് മാർക്ക് ചെയ്തു. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? റിയാക്ഷൻ വേണം. ഇവിടെ എവിടെയൊക്കെയാണ് റിയാക്ഷൻ വരിക? റിയാക്ഷൻ എപ്പോഴും വരുന്നത് എവിടെയാണോ കോണ്ടാക്റ്റ് ഉള്ളത് അവിടെയാണ് റിയാക്ഷൻ വരിക എന്നറിയാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ നോക്ക്. ബ്ലോക്ക് ബീനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെയും കോണ്ടാക്റ്റ് വരുന്നുണ്ട്, എ ആയിട്ടും കോണ്ടാക്റ്റ് വരുന്നുണ്ട്. അതായത് ബ്ലോക്ക് ബിക്ക് എയുമായിട്ട് കോണ്ടാക്റ്റ് വരുന്നുണ്ട്, അതുപോലെ ഈ ബോട്ടം ഫ്ലോറുമായിട്ടും കോണ്ടാക്റ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ റിയാക്ഷൻ എപ്പോഴും എന്താ പറയുക, ബോഡീൻ്റെ ഉള്ളിലേക്കാണ് മാർക്ക് ചെയ്യുക. സോ എ ആയിട്ടും ഒരു റിയാക്ഷൻ വരുന്നുണ്ട്, ഫ്ലോറുമായിട്ടും റിയാക്ഷൻ വരുന്നുണ്ട്. നമ്മൾ എ ആയിട്ടുള്ള റിയാക്ഷൻ ഓൾറെഡി R1 മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ ഇല്ലേ? അതായത് ബ്ലോക്ക് ബി എന്നുള്ളതാണ് R1. സോ നമ്മൾ എന്ത് ചെയ്യുക? ബ്ലോക്ക് ബീൻ്റെതും നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാം? റിയാക്ഷൻ R1 മാർക്ക് ചെയ്യാം അല്ലേ? അതായത് ബ്ലോക്ക് എൻ്റെത് നമ്മൾ ഓൾറെഡി മുകളിലോട്ട് R1 മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ കേസിൽ. അപ്പം ബ്ലോക്ക് ബീൻ്റെ റിയാക്ഷൻ ഡ്യൂ ടു എ എങ്ങനെയാണ് വരിക? ബീൻ്റെ മേലേക്ക്, അതായത് ബ്ലോക്ക് ബീൻ്റെ മേലേക്കാണ് എ കാരണമുള്ളത് വരിക, ബീൻ്റെ മേലേക്ക്. സോ നമ്മളിങ്ങനെയല്ലേ ഡയറക്ഷൻ മാർക്ക് ചെയ്യുക? ബിയിലേക്ക് റിയാക്ഷൻ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ആരുമായിട്ടാണ്? ഫ്ലോറുമായിട്ടും ഇവിടെ കോണ്ടാക്റ്റ് വരുന്നുണ്ട്. സോ ഫ്ലോറുമായിട്ട് എന്തുണ്ടാവും? ഒരു റിയാക്ഷൻ ഉണ്ടാവും. റിയാക്ഷൻ അപ്പോൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യുക? ബോഡീൻ്റെ ഉള്ളിലേക്ക്. സോ ഫ്ലോറുമായിട്ട് ആയതുകൊണ്ട് ഞാനിവിടെ RF എന്ന് നോട്ടേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ.
RF ഫ്ലോർ. ഈ R1 എന്ന് ഉദ്ദേശിക്കുന്നത് ബ്ലോക്ക് എയിലായിട്ടുള്ള കോണ്ടാക്റ്റ് ഉള്ളത് കൊണ്ട് ഇവിടെ ഒരു റിയാക്ഷൻ വരും. സോ ദാറ്റ് ഈസ് R1. ഫ്ലോറുമായിട്ടുള്ളത് കോണ്ടാക്റ്റ് വരുന്നത് കൊണ്ട് R1 കൊടുത്തു. ഓക്കെ, സോ നമ്മൾ റിയാക്ഷൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ആരാ ഉണ്ടാവുക? ഫ്രിക്ഷൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഫ്രിക്ഷൻ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഫ്ലോർ മാത്രമായിട്ടാണ് നിങ്ങൾ ഫ്രിക്ഷൻ കണ്ടുപിടിക്കുക. ബട്ട് ഈ ഒരു ബ്ലോക്കുമായിട്ടും ഇവിടെയും ഫ്രിക്ഷൻ വരുന്നുണ്ട്. ബിക്കോസ് ഇവിടെയും കോണ്ടാക്റ്റ് ഉണ്ട്, ഈ ഒരു ഏരിയയിലും കോണ്ടാക്റ്റ് ഉണ്ട്, ഫ്ലോറിലും കോണ്ടാക്റ്റ് ഉണ്ട്. സോ ഫ്ലോറുമായിട്ടൊരു ഫ്രിക്ഷൻ വരും, ബ്ലോക്ക് എ ആയിട്ടും ഒരു ഫ്രിക്ഷൻ വരും. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ബ്ലോക്ക് എ ആയിട്ടുള്ളത് നോക്കാം. ബ്ലോക്ക് എ ആയിട്ട് എന്ന് പറയുമ്പം ബ്ലോക്ക് എ എങ്ങോട്ടേക്കാണ് നീങ്ങുന്നത്? ഇങ്ങോട്ടേക്ക് അല്ലേ? അതായത് നമ്മൾ ഓൾറെഡി ബ്ലോക്ക് എനെ കൺസിഡർ ചെയ്തപ്പം ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തു ഇല്ലേ? ബ്ലോക്ക് എ എടുത്തപ്പം നമ്മൾ പറഞ്ഞു ടെൻഷൻ ഇങ്ങോട്ടേക്കാണ്, സോ ഫ്രിക്ഷൻ ഇങ്ങോട്ടേക്കാണ്. സോ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും എവിടെ ആക്ട് ചെയ്യുക? ബ്ലോക്ക് ബിയിൽ ആക്ട് ചെയ്യുക. ക്ലിയർ ആണോ? അതായത് ബ്ലോക്ക് എനെ കൺസിഡർ ചെയ്തപ്പം അതിന് ടെൻഷൻ ഇങ്ങോട്ടേക്കാണ്, അതിന് ഒരു സ്ട്രിങ്ങുമായിട്ട് കണക്ട് ചെയ്തത്. സോ ഇങ്ങോട്ടേക്കാണ് മൂവ്മെൻറ്റ്. സോ ഫ്രിക്ഷൻ അങ്ങോട്ടേക്കായിരിക്കും. സോ ബ്ലോക്ക് എൻ്റെ അടിയിലാണ് ബിക്ക് കോണ്ടാക്റ്റ് ഉള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യുക? എപ്പോഴും ഓപ്പോസ് ചെയ്യാനാണ് സർഫസ് നോക്കുക. സോ ഈ ഫ്രിക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും നെക്സ്റ്റ് ബോഡീൻ്റെത് ആക്ട് ചെയ്യുക. സോ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ബിക്ക് വരിക. സോ എങ്ങോട്ടേക്കാണ് മൂവ്മെൻറ്റ് വരിക? ഫ്രിക്ഷൻ വരിക? നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പം ഇങ്ങോട്ടേക്കാണ് എന്ത് വരിക? മ്യൂ R1 വരിക. ഓക്കെ, ക്ലിയർ ആണോ? അതായത് നമ്മളിപ്പം ഇങ്ങനെ കോണ്ടാക്റ്റ് വരികയാണെങ്കിൽ മേലത്തെ കേസിൽ നമ്മൾ ഫ്രിക്ഷൻ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ തൊട്ട് താഴത്തത് ഇങ്ങോട്ടേക്കായിരിക്കും വരിക. അത്രയും ആലോചിച്ചാൽ മതി നിങ്ങൾ. ബിക്കോസ് ഇത് കോണ്ടാക്റ്റ് ആയതുകൊണ്ട് ഒരു ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണെങ്കിൽ നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് എപ്പോഴും അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടേക്കും വരിക. അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പം നമ്മൾ ബ്ലോക്ക് എ ആയിട്ടുള്ള ഫ്രിക്ഷൻ കഴിഞ്ഞു. ഇനി ആരായിട്ടാണ് ഉണ്ടാവുക? ഇവിടെ ഫ്ലോറുമായിട്ട് ഒരു കോണ്ടാക്റ്റ് വരുന്നുണ്ട്. അപ്പം ഇവിടെ ഒരു ഫ്രിക്ഷൻ വരും. ഇതിൻ്റെ ഫ്രിക്ഷൻ എങ്ങോട്ടേക്കാണ് വരിക? ഈസിയാണ്. ബിക്കോസ് നമ്മൾ പി എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കാണ് നമ്മൾ ആക്ട് ചെയ്യുന്നത്. അതായത് ഫോഴ്സ് പി കൊടുക്കുന്നത് ഇങ്ങോട്ടേക്കാണ്. സോ ഇങ്ങോട്ടേക്കായിരിക്കും ബോഡി മൂവ് ചെയ്യുക. സോ ഫ്രിക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? ഓപ്പോസിറ്റ് അല്ലേ? ബ്ലോക്ക് ബി എടുക്കുമ്പം പി ഇങ്ങോട്ടേക്കാണ്, ഈ ഡയറക്ഷനിലാണ് നമ്മൾ ഇവിടെ നിന്നാണ് പിടിച്ച് വലിക്കുന്നത്. സോ ഇങ്ങോട്ടേക്കായിരിക്കും മോഷൻ, ഓപ്പോസിറ്റ് ആയിരിക്കും ഫ്രിക്ഷൻ വരിക. ക്ലിയർ ആയോ? അപ്പം ഇതിൻ്റെ മോഷൻ ഈ ഡയറക്ഷൻ ആയിരിക്കും. സോ ഫ്രിക്ഷൻ എങ്ങോട്ടായിരിക്കും? ഓപ്പോസിറ്റ്. മ്യൂ ഡ്യൂ ടു RF ഫ്ലോർ കാരണമുള്ളത്. ഈ R1 എന്ന് പറയുന്നത് ബ്ലോക്ക് എ കാരണമുള്ളതാണ്, ഈ F എന്ന് പറയുന്നത് ഫ്ലോർ കാരണമുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മളെല്ലാം കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യുക? സാധാരണ പോലെ സിഗ്മ H = 0, സിഗ്മ V = 0. സിഗ്മ V = 0 എന്താ ചെയ്യുക? സിഗ്മ V = 0 എന്ന് പറയുമ്പം വെർട്ടിക്കൽ കമ്പോണൻസ്. ഇവിടെ വെർട്ടിക്കൽ കമ്പോണൻസ് ആരൊക്കെയാണ് വരുന്നത്? ഇവിടെ വെർട്ടിക്കൽ കമ്പോണൻസ് വരുന്നത് R1 വരുന്നുണ്ട്, 300 വരുന്നുണ്ട്, അതുപോലെ RF വരുന്നുണ്ട്. സോ നമ്മൾ മുകളിലോട്ടേക്കുള്ളതിനെ പോസിറ്റീവ് എടുത്തു, താഴോട്ടേക്കുള്ളതിനെ നെഗറ്റീവ് എടുത്തു. സോ ഇവിടെ ഇങ്ങനെ വരിക RF മൈനസ് R1 മൈനസ് 300. ഓക്കെ, RF മൈനസ് R1 മൈനസ് 300 = 0. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? RF = R1 + 300 എഴുതിക്കൂടെ? ഈ R1ൻ്റെ വാല്യൂ എത്രയാണ്? R1ൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി മുന്നത്തെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 200 ആണ് അല്ലേ? അതായത് രണ്ട് ബോഡി തമ്മിലുള്ള കോണ്ടാക്റ്റ്, എയും ബിയും തമ്മിലുള്ള ബ്ലോക്ക് എയും ബ്ലോക്ക് ബിയും അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഫ്രിക്ഷൻ്റെ വാല്യൂ ആണ്. അതെപ്പോഴും സെയിം ആയിരിക്കും, ബട്ട് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും. അപ്പം സെയിം വാല്യൂ ആണ് വരിക. അപ്പം എന്താണ്? 200. നമുക്ക് ഓൾറെഡി എന്ത് കിട്ടി? R1ൻ്റെ വാല്യൂ ഇവിടെ നമ്മൾ 200 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ ആ 200 എന്ത് ചെയ്യുക? ഇവിടെ എഴുതുക +300
equal to 500 Newton. Next, sigma h equal to 0. Sigma h equal to 0 എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണൻസ്. ഇവിടെ ഹൊറിസോണ്ടൽ ആരൊക്കെയാണ് വരുന്നത്? മ്യൂ R1ഉം വേറെ ആരെ വരുന്നത്? മ്യൂ ആറും. അതുപോലെ മാർക്ക് ചെയ്യാൻ മറക്കരുത്, ഇവിടെ ഓൾറെഡി ഒരു പി ഉണ്ടായിരുന്നു. ഓക്കെ, പി ഇതിനെ മറക്കരുതേ. ഇങ്ങോട്ടാണ് പി വരുന്നത്. ഓക്കെ, അപ്പം പി 3 ഹൊറിസോണ്ടൽ കമ്പോണൻസ് വരും. അപ്പം ഇങ്ങോട്ടേക്കുള്ളതിനെ പോസിറ്റീവ് എടുക്കുന്നു, ഇങ്ങോട്ടേക്കുള്ള നെഗറ്റീവ് എടുക്കുന്നു. സോ പി മൈനസ് മ്യൂ R1 മൈനസ് മ്യൂ RF എന്ന് വരും. പി മൈനസ് മ്യൂ RF മൈനസ് മ്യൂ R1 ഈക്വൽ ടു 0. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? മ്യൂ RF പ്ലസ് മ്യൂ R1 എഴുതി കൂടെ. അതായത് പീൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ മ്യൂ RFനെയും മ്യൂ R1നെയും നമ്മൾ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ഇനി മ്യൂവിൻ്റെ വാല്യൂ 0.3 ആണെന്നറിയാം. RFൻ്റെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 500 ഇല്ലേ? RFൻ്റെ വാല്യൂ 500 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നെക്സ്റ്റ് മ്യൂവിൻ്റെ വാല്യൂ 0.3 ആണ്. ഇൻറ്റു R1ൻ്റെ വാല്യൂ എത്രയാണ്? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. R1ൻ്റെ വാല്യൂ 200 ആണ്. ആ 200ഉം കൊടുക്കുക. ഓക്കെ, അപ്പം 0.3 ഇൻറ്റു 500 പ്ലസ് 0.3 ഇൻറ്റു 200 ചെയ്താൽ 210 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഈ പീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 210 ന്യൂട്ടൺ ആണ്. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ബോഡി ബി വരുന്ന സമയത്ത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബിക്കോസ് എവിടെയൊക്കെ കോണ്ടാക്റ്റ് വരുന്നുണ്ടോ നോക്കണം. അവിടെയൊക്കെ റിയാക്ഷനും വരും, ഫ്രിക്ഷനും വരും. ഇവിടെ ബ്ലോക്ക് ബിക്ക് ബ്ലോക്ക് ബി എന്ന് പറയുമ്പം എയുമായിട്ടും കോണ്ടാക്റ്റ് വരുന്നുണ്ട്. സോ അവിടെയും ഫ്രിക്ഷൻ വരും. ഫ്ലോറുമായിട്ടും കോണ്ടാക്റ്റ് വരുന്നുണ്ട്. സോ അവിടെയും ഫ്രിക്ഷൻ വരും. പിന്നെ അതിൻ്റെ മോഷൻ ഏത് ഡയറക്ഷനാണ് നോക്കുക, ഓപ്പോസിറ്റായിട്ട് നമ്മൾ ഫ്രിക്ഷൻ മാർക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ.